ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടെൻസിന്റെ രണ്ട് ഫോമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ മൂന്നാമത്തെ ആണ്, പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ. അതായത് ടോട്ടൽ 12 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഓർഡറിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ടെൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ക്ലിയർ കട്ടായിട്ട് ഞാൻ മനസ്സിലാക്കി തരുന്നത്, പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഫോമാറ്റ് നിങ്ങൾ നോക്കിക്കുക. ടെൻസ് 3 ടൈപ്സ് ഉണ്ട്. അതിന്റെ ഫോമാറ്റ് ഓരോന്നിനും ഓരോ ഫോമിലുണ്ട്, അത് നോക്കുക. എല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റാരും എടുക്കാത്ത തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തത്. ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഗ്രാമർ എപ്പോഴും കണക്റ്റഡ് ആണ്. ഗ്രാമർ പോർഷൻസ് എപ്പോഴും കണക്റ്റഡ് ആണ്. ടെൻസ് അറിയാതെ നമുക്ക് ജനറൽ പഠിക്കാൻ കഴിയില്ല. ടെൻസ് അറിയാതെ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പലരും ശ്രമിക്കുന്ന വെച്ചാൽ ബേസിക് ഇംഗ്ലീഷ് നോളജ് ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ അറിയാതെ മറ്റ് തലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് അവർക്ക് ഇംഗ്ലീഷ് ടഫായി പോകുന്നത്. ഏറ്റവും വ്യക്തമായിട്ട് ഇംഗ്ലീഷ് ഞാൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് PSC ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ LP UP എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. ഓർഡറിൽ നിങ്ങൾ കണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനിയും വളരെ സിംപ്ലസ്റ്റ് വേയിൽ ഞാൻ നിങ്ങൾക്ക് എന്തിട്ട് തരും, ക്ലാസ്സസ് കിട്ടുന്നു. അപ്പൊ രണ്ട് ടെൻസ് 12 രണ്ട് ടെൻസ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു. ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേട്ട് നോക്കുക, മനസ്സിലായാൽ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കാതിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസന്റ്, സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ്. എന്തായിരുന്നു സിമ്പിൾ പ്രസന്റ്? ആൻ ആക്ഷൻ ഡസ്, ഒരു പ്രവൃത്തി നടക്കുന്നു, ചെയ്യുന്നു. ഫോർമുല നമ്മൾ പഠിച്ചു. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S or ES or base പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയി. അതിനകത്താണ് ഓൺ കോഡ് വരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഓൺ കോഡ് ഒക്കെ വിശദമായി ക്ലാസ്സുകൾ എടുത്ത് തരാം. പിന്നെ രണ്ടാമത് പ്രസന്റ് കണ്ടിന്യൂസ്. an action is continuing or an action is going on at the time of speaking. ഒരു പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചത്. ഓക്കേ, the next one is present perfect. that is the third one. നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ എന്താ പറയുന്നത്? verb plus ing ആണ്. കണ്ടിന്യൂസ് എന്ന് കഴിഞ്ഞാൽ വെർബിനോടൊപ്പം ing ആണ്. പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ചിട്ട് ടിപ്പാണ് പെർഫെക്റ്റ് എന്നുള്ളത് V3 ആണ്. വെർബിന്റെ മൂന്നാമത്തെ ഫോം. അത് ഏതായാലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും പ്രസന്റ് പെർഫെക്റ്റ് ആയാലും V3. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും, ഉസ്താദ് എന്താണ് പ്രസന്റ് പെർഫെക്റ്റിനകത്ത് V3 വന്നതിന് കഴിഞ്ഞു പോയതല്ലേ? യെസ്, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മനസ്സിലാക്കുക, an action completed just. an action completed just. ഒരു പ്രവൃത്തി ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയി. that means an action completed. ഒരു പ്രവൃത്തി നടന്നു എപ്പോഴാ? ഇപ്പം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ജസ്റ്റ് നൗ, നൗ പ്രസന്റ് കണ്ടിന്യൂസ്. ജസ്റ്റ് നൗ എന്ന് പറയുന്ന വേർഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ജസ്റ്റ് നൗ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. നൗ അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഇത് ജസ്റ്റ് നൗ, ജസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. an action completed just. ക്ലിയർ ആയോ? ഒരു പ്രവൃത്തി ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. an action completed just. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചത്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് s എന്നൊക്കെ പറയുന്നത് has or have plus VP plus object. subject plus has or have plus VP plus object. മനസ്സിലാക്കി വെക്കുക. അറിയാലോ, സബ്ജക്ട് എന്ന് വെച്ചാൽ ഡോർ, പ്രവൃത്തി ചെയ്യുന്നു. ഒബ്ജക്ട് എന്ന് വെച്ചാൽ കർമ്മം. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ കൺഫ്യൂഷൻ ഉള്ള ഹാസ് ഓർ ഹാവ് പ്ലസ് VP എന്നുള്ളത്. അപ്പൊ എവിടെയാണ് ഹാഷ് ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സബ്ജക്ട് വെർബ് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യണം. കാരണം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ലൈക്ക് സബ്ജക്ട് ഐ ആണെങ്കിൽ ഹാവ്, ഐ പ്ലൂറൽ ആണ്. ഐ പ്ലൂറൽ ആണ്. നമ്മൾ ഒരു ഏരിയയിൽ മാത്രമേ ഐ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അറിയാലോ, ഈ പറയുന്ന ആ എന്നുള്ള കേസിൽ ഒരു
പ്രത്യേക കേസിൽ ആർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് അത് ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല. ഓക്കെ, സോ ഐ അല്ലാതെ മൊത്തത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക ഐ പ്ലൂറൽ ആണ്. ഐ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലൂറൽ ആണ്, യു പ്ലൂറൽ ആണ്, ദേ പ്ലൂറൽ ആണ്, വി പ്ലൂറൽ ആണ്. രണ്ട് നൗൺ ഏതെങ്കിലും ഒരു നെയിം അത് രണ്ട് ചേർത്ത് ആര് വെച്ച് ചേർത്ത് വെച്ച് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ. ഐയുടെ കേസ് നമുക്ക് കൺഫ്യൂഷൻ കാരണം ഞാൻ ഒരാളെ ഉള്ളൂ പ്ലൂറൽ, ഐ പ്ലൂറൽ ആണ്. നമുക്കറിയാം ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ആണ്, നമ്മൾ പഠിക്കേണ്ട റൂൾസ്. നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്, ഈ നിയമങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റിജിഡ് റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഗ്രാമറിയൻസ് നമ്മൾ പറഞ്ഞു. അതായത് ഗ്രാമർ എക്സ്പെർട്ട് എഴുതപ്പെട്ടിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള കർശനമായി നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ് ഗ്രാമർ. ആ നിയമങ്ങളാണ് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നത്. ടെൻസിലും ക്വസ്റ്റ്യൻ ടാഗിലും അല്ലേ, ലിംഗേഴ്സിലും ജെറൻഡിലും പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം ഇങ്ങനെയുള്ള റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് ടിപ്സ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an action completed just, ഒരു പ്രവൃത്തി ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ പ്ലസ് ഇൻഫിനിറ്റ് സബ്ജക്റ്റ്. അപ്പോൾ V3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ സെറ്റ് ഒരുപാട് വേർബ്സ് ഉണ്ട്. ആ വേർബ്സിനെ നമ്മൾ ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വേർബ്സിനെ. അപ്പോൾ ഹാസ് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. പക്ഷേ ആക്ഷൻ വേർബ്സ് എന്ന് നമുക്കറിയാം ഓരോ ആക്ഷനുകളും V1 V2 V3 നിങ്ങൾ കുറച്ച് പഠിച്ചു വെച്ചിരിക്കും. ഓക്കെ, നോക്കൂ. Verb 1, verb 2, verb 3. Go, went, gone. Play, played, played. ഇനി നിരവധി വേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, അതുപോലെ verbs വേറെ ഏതാണുള്ളത്? നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. ചില നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൺഫ്യൂഷൻ കണ്ടോ? V2 V3 ഒരുപോലെ, V2 V3 ഒരേ വേർഡായി. പ്ലേ പ്ലേ കണ്ടോ, ജംപ് ജംപ്, ബ്രോട്ട് ബ്രോട്ട്. ചിലത് മൂന്ന് ഡിഫറെന്റ് ആയിരിക്കും. ചിലത് V1 സെയിം ആയിരിക്കും, V3 V1 സെയിം ആയിരിക്കും. അങ്ങനെയൊക്കെ വരും. റെഗുലർ വേർബ്സ് പറയാവുന്നതാണ്. ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. V1 V2 V3. ഓക്കെ, ചിലത് മൂന്ന് ഒന്നായിരിക്കും. V1 V2 V3 ഒക്കെ ഒന്നായിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ഉണ്ട്, വേർബ്സ് ഉണ്ട്. അത് കൺഫ്യൂഷൻ V3. പിന്നെ V3 ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഹാസ് ഓർ ഹാവ് ആണ്, ഹാഡ് ടെൻസിന്റെ കേസിലാണ് ഹാസ് ഓർ ഹാവ് ഹാഡ് ഒക്കെ ആണ്. പിന്നെ പാസ്റ്റിലേക്ക് നമുക്ക് വാസോ ഈസോ അങ്ങനെ എന്തെങ്കിലും കാണും. ഒരിക്കലും V3 ഒറ്റയ്ക്ക് നിൽക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ഫോമാണ് നമുക്ക് വേണ്ടത് വേർബിന്റെ V3. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫോർമുല അറിയാലോ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഹാസ് സിംഗിൾ ഹാവ് പ്ലൂറൽ. ഒരു ഉദാഹരണം നോക്കിയോ. I plural and have. I have visited Bangalore. That means I have visited Bangalore. ഇപ്പോൾ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ just now. ഓക്കെ, പ്രസന്റിൽ തന്നെ പാസ്റ്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒരുപാട് നമുക്ക് എഴുതാം. ലൈക്ക് ഫോർ നമുക്ക് സബ്ജക്റ്റ് I have V3 objects. So ഇത് V3 ആണ്. done, do, did, done. visit, visited, visited. മൂന്നാമത്തെ have visited. ഇനി വേണമെങ്കിൽ നമ്മൾ സിംഗുലർ ചെയ്ത് നോക്കുന്നു. She has finished the work. വ്യത്യസ്തങ്ങൾ മനസ്സിലായത് ഇത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. ഹാസിന്റെ ഹാവിന്റെ അർത്ഥം ഒന്നാണ്, പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉണ്ടാവും. ഇതിന്റെ അർത്ഥം എന്താ? ഷീ ഫിനിഷ്ഡ് വിത്ത് V3 ആണ്. ഷീ സബ്ജക്റ്റ്, ഹാസ് V3 ഫിനിഷ്ഡ് ഒബ്ജക്റ്റ്. സോ ഫിനിഷ്ഡ് ഹർ വർക്ക്, ഹാസ് ഫിനിഷ്ഡ്.
ഷീ സിംഗുലർ ആയിട്ട് ഹാസ് ഉപയോഗിച്ചു. ഇങ്ങനെ ഇഷ്ടംപോലെ എന്തുണ്ട് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അങ്ങനെ ഫോർമുല 3-4 എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വേർഡ്സ് ജസ്റ്റ് നൗ. ഇങ്ങനെ പറയാം, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക് ജസ്റ്റ് നൗ, ഹി ഹാസ് കം ജസ്റ്റ് നൗ, അവൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. സോ പ്രസന്റ് പെർഫെക്റ്റ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കമന്റ് ബോക്സിൽ ആ ഡൗട്ട്സ് ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.